ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് സുധി സച്ചിക്ക് വെള്ളം കൊണ്ട് കൊടുക്കുന്നതാണ്. പിന്നെ ഞാൻ സാറിനോട് പറഞ്ഞില്ലായിരുന്നു ഇവിടെ ഉരുൾപൊട്ടലുണ്ടായത്. അതിൻ്റെ അകത്ത് ഒരു ഫോട്ടോഗ്രാഫറും ഉണ്ടായിരുന്നു. നിരവധി പേര് മരണമടഞ്ഞു. എന്നാൽ ആ ഫോട്ടോഗ്രാഫറുടെ ബോഡി ഇന്നേ വരെ കിട്ടിയിട്ടില്ല. അയാള് നല്ല പ്രശസ്തനായ ഫോട്ടോഗ്രാഫർ ആയിരുന്നു. ചിദംബരം എന്നായിരുന്നു അയാളുടെ പേര്. എൻ്റെ കയ്യിൽ അയാളുടെ ഫോട്ടോ ഉണ്ടായിരുന്നു, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് സുധി ഫോൺ എടുക്കുമ്പോൾ ചുറ്റും നോക്കുകയാണ് സച്ചി. അല്ല, സാറെന്തായി നോക്കുന്നതെന്ന് സുധി ചോദിക്കുമ്പോൾ അല്ല, അവരെ കണ്ടില്ലെന്ന് സച്ചി പറയുന്നു. പിന്നീട് കാണിക്കുന്നത് അവന്തിക അർച്ചനയും കൂട്ടിക്കൊണ്ട് വീണ്ടും മുന്നോട്ട് പോകുന്നതാണ്. മലയുടെ അറ്റത്തേക്ക് അവന്തിക പോകുമ്പോൾ നമുക്ക് പോകാമെന്ന് അർച്ചന പറയുന്നു. ദേ അർച്ചനെ, ഇങ്ങോട്ടേക്ക് വന്നേ, ദേ നീ നോക്കിയെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ അടുത്തേക്ക് അർച്ചനയെ വിളിക്കുകയാണ് അവന്തിക. എന്താ ഇവിടെ കാണാനുള്ളത്, നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞ് അർച്ചന തിരിയുമ്പോഴാണ് പെട്ടെന്ന് തന്നെ അർച്ചന തെന്നി വീഴുകയാണ്. അവന്തിക പെട്ടെന്ന് തന്നെ അർച്ചനയുടെ കയ്യിൽ പിടിക്കുന്നുണ്ടെങ്കിലും ചുറ്റും ആരുമില്ലെന്ന് മനസ്സിലാക്കുമ്പോൾ കൈ അങ്ങ് വിടുകയാണ്. പെട്ടെന്ന് അർച്ചന താഴേക്ക് വീഴാനൊരുങ്ങുമ്പോൾ ആരോ വന്ന് അർച്ചനയുടെ കയ്യിൽ പിടിക്കുകയാണ്. അതൊരു ഫോട്ടോഗ്രാഫർ ആയിരുന്നു. തുടർന്ന് അയാൾ അർച്ചനയെ സൂക്ഷ്മതയോടെ പിടിച്ചു മുകളിലേക്ക് കയറ്റുകയാണ്. പണ്ട് ഉരുൾപൊട്ടലുണ്ടായ സ്ഥലമാണിത്, നിങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്കാണോ വരുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അയാൾ വഴക്ക് പറയുമ്പോൾ അല്ല, എൻ്റെ ഭർത്താവും വേറൊരു പയ്യനും ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് അർച്ചന പറയുന്നു. അല്ല, സാർ ആരാണെന്ന് അർച്ചന ചോദിക്കുമ്പോൾ ഞാനൊരു ഫോട്ടോഗ്രാഫറാണെന്നും എൻ്റെ പേര് ചിദംബരം എന്നാണെന്നും അയാൾ പറയുന്നു. ഇയാൾ വന്നില്ലായിരുന്നെങ്കിൽ ഇവളിപ്പോൾ കൊക്കയിൽ വീണ് അതോടെ ഇവളുടെ പണി തീർന്നേനെയെന്ന് മനസ്സിൽ പറയുകയാണ് അവന്തിക. അതേസമയം സുധി ചിദംബരത്തിന്റെ ഫോട്ടോ സച്ചിക്ക് കാണിക്കുന്നുണ്ടെങ്കിലും ഫോട്ടോ ക്ലിയർ അല്ലാത്തത് കൊണ്ട് തന്നെ സച്ചിക്ക് ആളെ മനസ്സിലാകുന്നില്ല. അല്ല, അവരെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും അർച്ചനയും അവന്തികയും തിരക്കി ഇറങ്ങുകയാണ്. പിന്നീട് കാണിക്കുന്നത് അവർ നടക്കുമ്പോൾ അവന്തിക പെട്ടെന്ന് താഴേക്ക് വീഴാൻ പോകുന്നതാണ്. പെട്ടെന്ന് തന്നെ ചിദംബരം അവന്തികയെ പിടിക്കുന്നു. ഈ കാട്ടിലൂടെ നമ്മൾ നടക്കുമ്പോൾ നമ്മൾ പലതും കണ്ടെന്ന് വരില്ല, പക്ഷേ കാട്ടിലുള്ള ചിലരൊക്കെ നമ്മളെ നോക്കുന്നുണ്ടാകും. നമ്മളെയും നമ്മുടെ ഉള്ളിലുള്ളതുമൊക്കെ തന്നെ അവർക്ക് കാണാനും സാധിക്കും. നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് മാറി നിൽക്കാം, ആനകൾ ഇറങ്ങുന്ന സ്ഥലമാണെന്നും സമയമാണെന്നും ചിദംബരം പറയുമ്പോൾ അർച്ചനെ തിരക്കിക്കൊണ്ട് സച്ചിയും സുധിയും കൂടി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അർച്ചനെ, ഞങ്ങൾ നിങ്ങളെ എവിടെയൊക്കെ നോക്കിയെന്നറിയാമോ, താൻ എന്തിനാ നിലവിളിച്ചത് എന്ന് സച്ചി ചോദിക്കുമ്പോൾ അത് അവള് കാൽ വഴുതി കൊക്കയിലേക്ക് വീഴാൻ പോയതാണെന്ന് അവന്തിക പറയുന്നു. ഞാൻ പിടിച്ചതുകൊണ്ടാ ഇവള് രക്ഷപ്പെട്ടതെന്ന് അവന്തിക പറയുമ്പോൾ അർച്ചന പറയുകയാണ്, ഏട്ടത്തി പിടിച്ചെന്നുള്ളത് ശരി തന്നെയാണ്, പക്ഷെ ശരിക്കും ഇയാളാണ് എന്നെ രക്ഷിച്ചതെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുന്ന അർച്ചന ഞെട്ടലോടെ നിൽക്കുകയാണ്. ചിദംബരം ആ സമയം അവിടെ ഉണ്ടായിരുന്നില്ല. താൻ ആരെ ഈ നോക്കുന്നതെന്ന് സച്ചി ചോദിക്കുമ്പോൾ അത് പിന്നെ സച്ചേട്ടാ, ഇത്രയും നേരം ഒരു ഫോട്ടോഗ്രാഫർ ഇവിടെ ഉണ്ടായിരുന്നതെന്നും അയാളാണ് എന്നെ രക്ഷിച്ചിരുന്നതെന്നും അർച്ചന പറയുന്നു. തുടർന്ന് സുധി തൻ്റെ ഫോൺ കാട്ടിക്കൊണ്ട് അർച്ചനയോട് ചോദിക്കുകയാണ്, ചേച്ചി ഇയാളാണോ എന്ന് നോക്കിക്കേ. അതെ, ഇയാൾ തന്നെയാ, പേര് ചിദംബരം എന്നാ പറഞ്ഞത്. ഇത് കേൾക്കുന്ന സുധി ഞെട്ടലോടെ നിൽക്കുകയാണ്. ചേച്ചി, ഇയാൾ മരിച്ചിട്ട് കുറേ വർഷങ്ങളായി. ഇത് കേൾക്കുന്ന അർച്ചനയും അവന്തികയും ഞെട്ടലോടെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അർച്ചനയെ പറ്റിയുള്ള ഓരോ കാര്യങ്ങളും വിളിച്ചന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ധനുഷ്. അതേസമയം സ്നേഹ അങ്ങോട്ടേക്ക് ചെല്ലുന്നു. രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാ, ധനുഷ് മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നില്ല. അത് പിന്നെ അർച്ചനയുടെ കാര്യം ഓർത്തുള്ള ടെൻഷനാ. അർച്ചന ഇപ്പോൾ എൻ്റെ സഹോദരി തന്നെയാണെന്നൊക്കെ ധനുഷ് പറയുമ്പോൾ ഇത് കേൾക്കുന്ന സ്നേഹിക്ക് സന്തോഷമാവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ആതിര ധനുഷിനെ വിളിക്കുന്നതാണ്. എന്തു പറ്റിയെന്ന് ധനുഷ് ചോദിക്കുമ്പോൾ കുഞ്ഞിന് ശ്വാസം മുട്ടുന്നുണ്ടെന്നും കരച്ചിൽ നിർത്തുന്നില്ലെന്നും ആതിര പറയുന്നു. ഞാൻ എന്താണെങ്കിലും ഡോക്ടറെ വിളിക്കാം, ഡോക്ടർ വന്ന് നോക്കട്ടെ, എന്നിട്ട് കുറവില്ലെങ്കിൽ നമുക്ക് ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞുകൊണ്ട് ധനുഷ് ഡോക്ടറിനെ വിളിക്കുകയാണ്. തുടർന്ന് അനഘയുടെ കയ്യിൽ നിന്നും അർച്ചനയുടെ കുഞ്ഞിനെ വാങ്ങിക്കൊണ്ട് സ്നേഹിയും ധനുഷും മുറിയിലേക്ക് പോകുമ്പോൾ അനഘ ആതിരയുടെ ഒപ്പം മുറിയിലേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് അർച്ചനയും സച്ചിയും സന്തോഷത്തോടെയും സ്നേഹത്തോടെയും കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പടികൾ കയറുന്നതാണ്. ആ കാഴ്ച കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് സുധി. പിന്നീട് കാണിക്കുന്നത് ആദ്യം പടികേറി പോകുന്ന അവന്തിക മാറി നിന്നുകൊണ്ട് മൂർത്തിയെ വിളിക്കുന്നതാണ്. മൂർത്തി, ആയുധം കൊണ്ടൊന്നും ഇവിടെ പണി നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് അവന്തിക പറയുമ്പോൾ ഞങ്ങൾ വേറെ പ്ലാനെല്ലാം കണ്ടുവച്ചിട്ടുണ്ടെന്ന് മൂർത്തിയും പറയുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.